നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിലെ ജനുവരി മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്തായിരിക്കും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം ഈ പുതിയ വർഷത്തിൻ്റെ അനുകൂലമാണോ രോഹിണി നക്ഷത്രക്കാർക്ക്, അതിൻ്റെ തുടക്കം തന്നെ ഏത് രീതിയിലായിരിക്കും, അനുകൂലമാണോ സുഖപ്രദമാണോ മുതലായ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ കർമാധിപതിയായിരിക്കുന്ന ശനി സർവാഭിഷ്ട സ്ഥാനത്തും രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഗുണം. ദൈവാധീനമുണ്ട്, ശനി ഇഷ്ടഭാവസ്ഥിതിയുണ്ട്, കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗുണപ്രദമാണ്. അതിനോടൊപ്പം തന്നെ ലഗ്നാൽ 10-ൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് അത് തൊഴിലിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കിട്ടുകയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഒരു പ്രത്യേകതയുള്ള 4-ാം ഭാവത്തിൽ കേതു നിൽക്കുകയും ജലചര ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മീനൻ രാശിയിൽ ശനി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട്, അല്ലെ കർമാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കടൽ കടന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വീട് വിട്ട് നിന്നിട്ടോ തൊഴിലെടുക്കാനുള്ള യോഗമാണ് ഉള്ളത്. അങ്ങനെ വീട് വിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം. എന്നാൽ വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 17-ാം തീയതി വരെ സമയം അത്രയൊരു അനുകൂലമല്ല. കാരണം എന്താ വെച്ചാൽ അഷ്ടമത്തിലാണ് ചൊവ്വയും ബുധനും, അതായത് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത്. അതേപോലെ ബുധനും അവിടെ തന്നെയാണ്, അതായത് പൂർവ്വപുണ്യ സ്ഥാനാധിപതി. പക്ഷേ 17-ാം തീയതി കഴിയുമ്പോഴേക്കും 1-ാം തീയതി, അതായത് 15-ാം തീയതി തന്നെ ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അവിടെ ഉച്ച ബലവാനായിട്ടാണ് മാറുന്നത്. അപ്പം ഭാഗ്യം വർദ്ധിക്കും. അവിടെ തന്നെ സൂര്യനും ആ സമയത്തേക്ക് വരും. അപ്പോൾ സൂര്യൻ അവിടെ വരുന്നതിനോടൊപ്പം ബുധനും വരും. അപ്പോൾ നിപുണായോഗം വന്നു, രംഗായോഗം വന്നു. അപ്പോൾ ഈ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഒരു 15-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ടാണ് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട്, അതായത് ചൊവ്വ നിവർത്തി സ്ഥാനാധിപതിയാണ്. അപ്പോൾ നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളൊക്കെ 15-ാം തീയതിക്ക് ശേഷം തന്നെ കിട്ടാനായിട്ട് തുടങ്ങും. അവിടെ തന്നെ സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ട്, സൂര്യൻ എന്ന് പറയുമ്പോൾ 4-ാം ഭാവാധിപതിയാണ്. 4-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പം കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബുധനും കൂടി അവിടെ നിൽക്കുമ്പോൾ നിപുണായോഗം ഉണ്ടാകുക, സംസാരം കൊണ്ട് ഭാഗ്യവും അനുഭവിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റുക. അപ്പോൾ തന്ത്രപരമായ സംസാരം കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവപ്പെടും. ശുക്രൻ അവിടെയാണ് നിൽക്കുന്നത്, അതായത് ലഗ്നാധിപതി. അപ്പോൾ ലഗ്നാധിപതി രംഗായോഗം ചെയ്തും ബുധശുക്ര യോഗം എന്നൊക്കെ പറയുന്ന യോഗത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത് കാരണം കൊണ്ട്, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അവനവന് തന്നെ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ദൈവാധീനം, നല്ല രീതിയിൽ ദൈവാധീനമുള്ള സമയമാണ്. നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. പ്രത്യേകിച്ചും കർമ്മത്തിൽ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമാണ്. കാരണം കർമാധിപതി തന്നെയാണ് ഭാഗ്യാധിപതിയായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത്. ഭാഗ്യം കൊണ്ട് ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാനൊക്കെ സാധിക്കും. എന്നാൽ 1-ാം തീയതി മുതൽ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും ഗണപതി ഹോമം ഒക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.